അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ സംശയത്തിൽ നിൽക്കുമായിരിക്കും ഭൂരിഭാഗം പേരും. എവിടെ നിന്ന് പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ടായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്നും എന്താണ് പഠിക്കേണ്ടതെന്നും ഒക്കെയുള്ള ഒരു ചെറിയൊരു സജഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ SCERT ചാപ്റ്ററൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അതായത് പുതിയ SCERT ഒക്കെ വന്നു. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ പുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു അല്ലേ. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതറിഞ്ഞു വെച്ചേക്കുക. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ SCERT പുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതലുള്ള പരീക്ഷകൾക്ക് ഈ ഒരു ഭാഗമായിരിക്കും ഏറ്റവും നിർണായകമായിട്ട് വരാൻ പോകുന്നത്. കാരണം ഒത്തിരി പുതിയ പോയിൻറ്റ്സ് ഈ ഒരു SCERT ചാപ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പുതിയ ആ ഒരു SCERT ചാപ്റ്റർ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് കമ്പനി ബോർഡ് LGS നേടാനായിട്ട് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കടമ്പ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്കിന് മാത്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ എല്ലാ ദിവസവും ഒരു മണിക്കൂർ വീതം മാത്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫെയർ നല്ല വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ കറണ്ട് അഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫെയർ പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും GK പോർഷൻസും മാത്സും ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിലെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൾഡ് SCERTയിൽ ഈ ന്യൂ SCERTയിൽ ഇല്ലാത്ത ചില പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓൾഡ് SCERTയും പഠിക്കണം. അപ്പോൾ 2 തരത്തിലുള്ള പുസ്തകങ്ങൾ പഠിക്കണം. ഒന്ന് ന്യൂ SCERTയും അതുപോലെ തന്നെ ഓൾഡ് SCERTയും നമ്മൾ പഠിക്കണം. പിന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു സംശയമാണ് പ്രിലിംസ് കാണുമോ എന്നുള്ളത്. പ്രിലിംസ് തീർച്ചയായിട്ടും കാണും. ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിലിംസ് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെയിൻ എക്സാമും കാണും. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ PSCയുടെ ഒരു രീതി വെച്ചിട്ട് ഒരു ഫെബ്രുവരി മാസത്തോടൊക്കെ അനുബന്ധിച്ചിട്ട് അതിൻ്റെ പ്രിലിംസ് നടക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻസ് ഒരു ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള കാലഘട്ടത്തിൽ നടക്കാനുമാണ് സാധ്യത കൂടുതൽ. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഈ ഒരു കാലയളവിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം ഇത്ര ശതമാനമെങ്കിലും മുന്നേറി നമ്മൾ പഠിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഏറ്റവും നല്ലൊരു ജോലിയും കൂടെയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സാലറി സ്കെയിലാണ് KSFE, ബെവ്കോ പോലെയുള്ള കമ്പനികളിൽ നിന്നിട്ടൊക്കെ LGS ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ നല്ലൊരു സാലറി സ്കെയിലിൽ മാന്യമായിട്ടുള്ളൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കമ്പനി ബോർഡ് LGS ഏറ്റവും നല്ലൊരു ഉചിതമായ മാർഗമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഊർജ്ജസ്വലരായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മേടിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ജോലി കൂടെയാണ് കമ്പനി ബോർഡ് LGS. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം.